ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. ആദ്യത്തേത് ഐ ആം ഗുഡ് അറ്റ്. ഐ ആം ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചില ടാലൻസ് ഉണ്ടാവും, നമ്മുടെ ചില സ്ട്രെങ്ത്. ഇപ്പോൾ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ മിടുക്കിയാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം ഗുഡ് അറ്റ് ഡ്രോയിങ്. മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ അവൻ വളരെ മിടുക്കനാണ്. ഹി ഈസ് ഗുഡ് അറ്റ് മാത്സ് പ്രോബ്ലംസ്. ഷീ ഈസ് ഗുഡ് അറ്റ് ട്രഡീഷണൽ ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഡാൻസിങ്ങിൻ്റെ കാര്യത്തിൽ അവൾ വളരെ മിടുക്കിയാണ്. അപ്പോൾ ഐ ആം ഗുഡ് അറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ, ആ ഒരു സംതിങ് എന്നത് ഡ്രോയിങ് ആവാം, പെയിൻറ്റിങ് ആവാം, വേറെ പല കാര്യങ്ങളും ആകാം. അവിടെയൊക്കെ ഐ ആം ഗുഡ് അറ്റ് സംതിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു കാര്യത്തിൽ വളരെയധികം എക്സ്പേർട്ട് ആണ്, വളരെ നന്നായിട്ട് ആ കാര്യം ചെയ്യും എന്നതാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ഗുഡ് അറ്റ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിൽ വളരെ മിടുക്കനാണ്. ഐ ആം ഗുഡ് അറ്റ് ഡ്രൈവിംഗ്. ഞാൻ ഡ്രൈവിങ്ങിൽ വളരെ മിടുക്കനാണ്. ഐ ആം ഗുഡ് അറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹീസ് ഗുഡ് അറ്റ് എന്ന് പറയാം, ഷീ ഈസ് ഗുഡ് അറ്റ് എന്ന് പറയാം, വി ആർ ഗുഡ് അറ്റ്, ദേ ആർ ഗുഡ് അറ്റ്, ഗീത ഈസ് ഗുഡ് അറ്റ്. ഇങ്ങനെ സബ്ജക്റ്റ് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഹീ ഈസ് ഗുഡ് അറ്റ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവൻ സ്പോർട്സിൽ വളരെ മിടുക്കനാണ്. ഷീ ഈസ് ഗുഡ് അറ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അവൾ ഡ്രോയിങ്ങിൽ വളരെ മിടുക്കിയാണ്. ഗീത ഈസ് ഗുഡ് അറ്റ് സ്വിമ്മിങ്. ഗീത സ്വിമ്മിങ്ങിൽ വളരെ മിടുക്കിയാണ്. ഇൻ ഓർഡർ ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യാൻ. ഇൻ ഓർഡർ ടു ബൈ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് വാങ്ങാൻ. ഇൻ ഓർഡർ ടു സീ യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നതിന് വേണ്ടി. ഇൻ ഓർഡർ ടു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇൻ ഓർഡർ ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോം ഉപയോഗിക്കാം. ഐ വെൻറ്റ് ദെയർ ഇൻ ഓർഡർ ടു സീ യു. നിങ്ങളെ കാണുന്നതിന് വേണ്ടി ഞാൻ അവിടെ പോയി. ഐ വെയിറ്റഡ് ദെയർ ഇൻ ഓർഡർ ടു ടോക്ക് ടു യു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ടോക്ക് ടു യു, നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി. ഷീ ഈസ് സേവിങ് മണി ഇൻ ഓർഡർ ടു ബൈ എ ന്യൂ കാർ. അവൾ പൈസ സേവ് ചെയ്യുന്നത് ഒരു പുതിയ കാറ് വാങ്ങാനാണ്. വി മസ്റ്റ് ഹാവ് 2 കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓർഡർ ടു പ്ലേ ഗെയിംസ്. ഗെയിം കളിക്കുന്നതിന് നമുക്ക് 2 കമ്പ്യൂട്ടർ വേണം. വി മസ്റ്റ് ഹാവ് 2 കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓർഡർ ടു പ്ലേ ഗെയിംസ്. വി ഹാവ് ടു പേ ഫീ ഇൻ ഓർഡർ ടു ജോയിൻ ദ ക്ലബ്. ക്ലബിൽ ജോയിൻ ചെയ്യുന്നതിന് നമുക്ക് ഫീ കൊടുക്കേണ്ടതുണ്ട്. ലെറ്റ് മീ പ്ലസ് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് മീ ഡു ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ലെറ്റ് മീ കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കാം. ലെറ്റ് മീ ഓപ്പൺ ദ ഡോർ. എന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ അനുവദിക്കൂ. അതല്ലെങ്കിൽ ഞാൻ ഈ ഡോർ ഓപ്പൺ ചെയ്യട്ടെ. ലെറ്റ് മീ മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു കപ്പ് കാപ്പി ഉണ്ടാക്കട്ടെ. കാപ്പി ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കൂ എന്ന് പറയുന്നത് ഞാൻ കാപ്പി ഉണ്ടാക്കട്ടെ എന്ന മീനിങ് തന്നെയാണ്. ലെറ്റ് മീ മേക്ക് മൈ ഓൺ ഡിസിഷൻസ്. എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെ എടുക്കാൻ എന്നെ അനുവദിക്കൂ. എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെ എടുക്കട്ടെ എന്നാണ് അതിൻ്റെ മീനിങ്. യു മസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ലീവ് ദ പ്ലേസ്. യു മസ്റ്റ് ലെറ്റ് മീ നോ വെൻ യു ലീവ് ദ പ്ലേസ്. നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ എന്നെ അറിയിക്കണം. പ്ലീസ് ലെറ്റ് മീ നോ വെൻ യു കം ടു ഇന്ത്യ. നിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ ദയവ് ചെയ്ത് എന്നെ അറിയിക്കൂ. വുഡ് യു പ്ലീസ് ലെറ്റ് മീ നോ യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ദയവ് ചെയ്ത് എന്നെ അറിയിക്കുമോ. ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് അതല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ഇൻ സംവൺ.
ഒരാളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അവിടെയാണ് ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് ഉപയോഗിക്കുന്നത്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. ഞാൻ പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം ഉള്ള ആളാണ് എന്നർത്ഥം. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്. അവൻ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആണ്. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് ബിസിനസ് റിലേഷൻഷിപ്സ്. ബിസിനസ് റിലേഷൻഷിപ്പ്, ബിസിനസ് ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ, വികസിപ്പിച്ചെടുക്കുന്നതിൽ, ബിസിനസ് ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സയൻറ്റിഫിക് തിയറീസ് ഓൾ ദ ടൈം. എല്ലായ്പ്പോഴും സയൻറ്റിഫിക് തിയറീസ്, ശാസ്ത്രപരമായ ചില തിയറികൾ, അതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പിരിച്വാലിറ്റി. ആത്മീയതയിൽ അവൻ ഇൻട്രസ്റ്റഡ് ആണ്, അവന് താല്പര്യമുണ്ട് എന്ന്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് പറയുന്നത് പോലെ തന്നെ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ, യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ, they are interested in, he is interested in, she is interested in എന്നും നമുക്ക് സബ്ജക്റ്റ് മാറ്റി മാറ്റി വെച്ച് ഉപയോഗിക്കാം. ഹൗ ഡു യു പ്ലസ് V1 ഫോം. ഹൗ എന്നാൽ നമുക്കറിയാം എങ്ങനെ, ഏത് രീതിയിൽ, ഏത് മെത്തേഡിൽ എന്നാണ്. ഹൗ ഡു യു ഡു ദിസ്? എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യാറുള്ളത്? ഹൗ ഡു യു ഗോ ദർ? നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോകാറുള്ളത്? ഡു യു നോ അബൌട്ട് ഇറ്റ്? എങ്ങനെയാണ് നിങ്ങൾ അതേപ്പറ്റി അറിയാറുള്ളത്? ഹൗ ഡു യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ? എങ്ങനെയാണ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറുള്ളത്? ഐ ആം റെഡി ടു, അത് കഴിഞ്ഞാൽ വേർബിൻ്റെ V1 ഫോം. ഐ ആം റെഡി ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ, ആ സംതിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു കം ഹിയർ, ഞാൻ ഇവിടെ വരാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഇരിക്കാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ടോക്ക് ടു ഹിം, ഞാൻ അവനോട് സംസാരിക്കാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ടാക്കിൾ ദ പ്രോബ്ലംസ്. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ഡു ദ വർക്ക്. ഞാൻ ആ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഐ ആം റെഡി എന്ന് പറയുന്നത് പോലെ തന്നെ യു ആർ റെഡി, വി ആർ റെഡി, ദേ ആർ റെഡി, ഹീ ഈസ് റെഡി, ഷീ ഈസ് റെഡി, അങ്ങനെ ഉപയോഗിക്കാം. ആർ യു ഷുവർ? ആർ യു ഷുവർ എന്നാൽ നിങ്ങൾക്ക് ഉറപ്പാണോ? ആർ യു ഷുവർ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ? ഇതാണ് ഈസിയസ്റ്റ് വേ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? ഇതാണ് ഈസിയസ്റ്റ് വേ, ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? ആർ യു ഷുവർ ദീസ് ഡോക്യുമെൻറ്റ്സ് ഹാവ് ബീൻ സ്റ്റോളൻ? ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കുറപ്പാണോ? ആർ യു ഷുവർ ദർ ഇസ് എ ഡിമാൻഡ് ഫോർ ദിസ് പ്രോഡക്റ്റ്? ഈ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട് എന്ന് നിങ്ങൾക്കുറപ്പാണോ? ആർ യു ഷുവർ ദാറ്റ് അറ്റ് പ്രസൻറ്റ് ദേ ലിവ് ഇൻ ലണ്ടൻ? അവർ ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുകയാണ് എന്ന് നിങ്ങൾക്കുറപ്പാണോ? ആർ യു ഷുവർ ദാറ്റ് ദിസ് ഈസ് ഹെർ ഫോൺ നമ്പർ? ഇത് അവളുടെ ഫോൺ നമ്പർ ആണ് എന്ന് നിങ്ങൾക്കുറപ്പാണോ? ആർ യു ഷുവർ ദാറ്റ് ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ് ടുഡേ? ബാങ്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കുറപ്പാണോ? അപ്പോൾ ഇന്നത്തെ എല്ലാ സ്ട്രക്ചേഴ്സും വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓരോ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട.